ഇത് കാണുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻസ്, ഏതെങ്കിലും ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ അകപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ? നമ്മളൊരു ലൈഫ് സിറ്റുവേഷൻസ്, ചാലഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഒരു സൈഡ് നെഗറ്റീവ് എനർജീസും ഉണ്ട്, ഒരു സൈഡ് പോസിറ്റീവ് എനർജീസും ഉണ്ട്. സോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചാലഞ്ച് വരികയാണ്, നിങ്ങൾ ഫേസ് ചെയ്തിട്ട് ഒരു ചാലഞ്ച് ഡയറക്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവിടെ എന്താ ചെയ്യുക? നോർമലി ചാലഞ്ചസ് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നെഗറ്റീവ് ആവും. എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു ഇല്ലേ, വിഷമമായിരിക്കും. അതേസമയം എവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും ചിലപ്പോൾ ഇതിനും നല്ലത് വരാനുണ്ടായിരിക്കും. എത്ര പേർക്ക് അത് തോന്നാറുണ്ട്? ചിലപ്പോൾ ഇതിലെന്തെങ്കിലും രണ്ട് തോട്ട്സ് എപ്പോഴും ഉണ്ടാവും, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഉറപ്പല്ലേ? പക്ഷെ നോർമലി നിങ്ങൾ എന്താ ചെയ്യാറ്? നമുക്കൊരു ചാലഞ്ച് വരുമ്പോൾ, നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും നെഗറ്റീവ് എനർജീസും ഉണ്ട്, പോസിറ്റീവ് എനർജീസും ഉണ്ട്. പോസിറ്റീവ് എനർജീസ് പോലെ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. നെഗറ്റീവ് എനർജി എന്താ? നമ്മൾ പോസിറ്റീവ് ആവാൻ ആഗ്രഹിക്കും, ഇല്ല നിങ്ങളെ പിടിച്ച് വലിക്കാൻ നോക്കും, വാ വാ വാ. അപ്പോൾ ഓരോരോന്ന് പറഞ്ഞുതരും, നീ വേർത്ത് അല്ലാത്തതുകൊണ്ടാണ്, നീ അൺലക്കി ആയതുകൊണ്ടാണ്, നീ ഇങ്ങനെ ആയതുകൊണ്ടാണ്, നീ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് കുറേ തോട്ട്സ് ഇട്ട് തരും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അത് വിചാരിച്ച് 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 കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് എല്ലാവരും പോവും. കാരണം എന്താ? പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഔട്ട്കം എന്താണെന്നറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? നെഗറ്റീവായിട്ട് ചെയ്യാനാണ് എളുപ്പം, നെഗറ്റീവായിട്ട് ചിന്തിക്കാനാണ് എളുപ്പം. എല്ലാവരും അതുകൊണ്ട് എന്ത് ചെയ്യും? നെഗറ്റിവിറ്റിയിലേക്ക് അകപ്പെട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നെഗറ്റീവായിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ലൈഫ് മൊത്തം നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരിയാണ്, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യില്ലേ? എന്തുകൊണ്ടത് ആരും മനസ്സിലാക്കുന്നില്ല? അതേസമയം എന്തൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ശരി, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് നെഗറ്റീവ് തോന്നി, പക്ഷേ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് പറയാം? എൻ്റെ ലൈഫിൽ എന്തോ എനിക്ക് പോസിറ്റീവ് വരാനുള്ളതുകൊണ്ടാണ്, ഇതിൽ എനിക്ക് എന്തോ പഠിക്കാനുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് ഇതൊക്കെ മാറി, ഇതൊന്നും സ്റ്റക്കാവില്ല എന്ന് പറയുന്ന മൊമെൻറ്റ് നമ്മൾ ഈ പോസിറ്റിവിറ്റിയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ എന്താ, പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ നെഗറ്റീവിനെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല, ഈ നെഗറ്റിവിറ്റിക്ക് നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. സോ എന്തൊരു ലൈഫിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണോ മാനിഫെസ്റ്റ് ആവണേ, പോസിറ്റീവായിട്ടാണോ മാനിഫെസ്റ്റ് ആവണേന്ന് നിങ്ങളുടെ ചോയ്സാണ്. സോ ഇറ്റ്സ് യു ഹൂസ് വാക്കിംഗ് ടു ദ പാത്ത്. ശരിയാണെന്ന് തോന്നുന്നില്ല? എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് എല്ലാവരും നെഗറ്റീവ് പോയിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ എളുപ്പമായതുകൊണ്ട് നെഗറ്റിവിറ്റിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ലൈഫ് മൊത്തം പോയി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും പോസിറ്റിവിറ്റിയിലേക്ക് വരാനുള്ള ഒരു ദൂരം ഒന്ന് ആലോചിച്ച് നോക്ക്. അതേസമയം എന്തൊരു സിറ്റുവേഷൻസ് വരുമ്പോഴും നമുക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ടാവില്ലേ? ആ ചോയ്സിൽ നമുക്കൊരു ചോയ്സ്, ആ ഒരു ചോയ്സ് എന്താണോ? നെഗറ്റീവിലേക്ക് പോകണോ, പോസിറ്റിവിറ്റിയിലേക്ക് പോകണോ? പോസിറ്റിവിറ്റിയിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്താ, നെഗറ്റിവിറ്റിയിലേക്ക് പോവും. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്ക് തിരിച്ചു വരാൻ. അതെന്തുകൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല? നിങ്ങളുടെ ലൈഫിലൊരു ചെറിയ കുട്ടിയുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ട്. സോ നിങ്ങൾ വലിയ ആളാണ് വിചാരിക്കുക, നിങ്ങൾ വലിയ ആളാണ്, ഇത് നിങ്ങളുടെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ സബ് കോൺഷ്യസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ കുട്ടിയോട് എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അത് കേട്ടിട്ടാണ് ആ കുട്ടി വളരുക. നിങ്ങൾ പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി നെഗറ്റീവായിട്ടേ വളരുള്ളൂ. ഇനി നിങ്ങൾ ആ കുട്ടിയോട് പോസിറ്റീവായിട്ടാണ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി പോസിറ്റീവായിട്ടേ വളരുള്ളൂ. സോ നെഗറ്റീവായി വളർത്തി 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 ആ നെഗറ്റീവായിട്ട് വളർത്തിയ കുട്ടീനെ പെട്ടെന്നൊരു ദിവസം പോസിറ്റീവ് ആക്കാൻ പറ്റുമോ? ഇല്ല, കുറച്ച് ടൈം എടുക്കും. നിങ്ങളെ ഇത്ര നാൾ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ. സോ പോസിറ്റീവായിട്ട് പറയണമെങ്കിലും അത്രയും നാൾ നമ്മൾ തിരിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ, എന്നല്ലേ ട്രെയിൻ ആവുള്ളൂ. സോ അതാണ് പെട്ടെന്ന് നമ്മുടെ നെഗറ്റീവ് കണ്ടീഷനിങ്ങിലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരുകൾ മാനിഫെസ്റ്റേഷനും പോസിറ്റിവിറ്റിയിലേക്കും ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ സബ് കോൺഷ്യസിലേക്കൊക്കെ വരുമ്പോൾ കൺസിസ്റ്റൻ്റ് ആവാൻ ബുദ്ധിമുട്ട്. എഫേർട്ട് ഇടാൻ ആർക്കും വയ്യ, എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് റിസൾട്ട് വരണം. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഈ നെഗറ്റീവ് ബിലീഫ്സ്, നെഗറ്റീവ് പാറ്റേൺസ്, നെഗറ്റീവ് മൈൻഡ് സെറ്റൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യണം, റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്ത് നമ്മളൊക്കെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വേണം. അത് മിനിമം ഒരു 21 to 60 ഡേയ്സിനുള്ളിൽ വേണം ട്രെയിൻ ചെയ്തെടുക്കാൻ. നമുക്ക് എത്രത്തോളം ആ ഒരു ബിലീഫ് ഉണ്ട് അതൊക്കെ മാറ്റണം. സോ ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ, ചാലഞ്ചസ് എന്തായാലും നമുക്ക് എല്ലാവർക്കും വരും, നമ്മൾ ഹ്യൂമൻസ് ആണ്. ആ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ മൈൻഡ്ഫുള്ളി നമ്മളതിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാൻ നോക്കുക. ഇതൊരിക്കലും നിൽക്കില്ല, ഇതിനപ്പുറത്തേക്ക് വേറെ നല്ലത് വരാനുണ്ട്, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടായിരിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ഷിഫ്റ്റിലേക്ക് നമ്മൾ എപ്പോൾ സറണ്ടർ ചെയ്യുന്നോ നിങ്ങളുടെ ലൈഫ് അവിടെ ട്രാൻസ്ഫോം ആവും. സോ ഇനി പറ, ലൈഫ് ഒരു ചാലഞ്ചസ് തരുമ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്ക് പോവോ അതോ പോസിറ്റിവിറ്റിയിലേക്ക് പോവോ? ഈവൻ ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ്
അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇതുവരെ ഇല്ലാത്ത നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരുന്നു എനിക്ക് വരുന്നുണ്ടായിരുന്നത്. ഫുൾ ബ്ലോക്കേജസ്, എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അപ്ലോഡ് ആവുന്നില്ല. സോ അണ്ടർസ്റ്റാൻഡ് എത്രമാത്രം നെഗറ്റീവ് എനർജീസ് നമുക്ക് ചുറ്റിലും ഉണ്ട്. ആൻഡ് ചൂസ് വൈസ്ലി. ഡെഫിനറ്റ്ലി നമുക്കൊരു പോസിറ്റീവ് എനർജി എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജീസ് ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് ഈ വരുന്ന ഒബ്സ്റ്റക്കിൾസ് ആയിക്കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ കുറേ വട്ടമായി ട്രൈ ചെയ്യുന്നു. എനിക്ക് വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ചെറിയൊരു വീഡിയോ ആയിരുന്നിട്ട് പോലും ഇങ്ങനൊരു നെറ്റ്വർക്ക് കണക്ഷൻ ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് ദ മൊമെൻറ്റ് നമ്മളൊരു ഇൻഫോർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുമ്പോൾ അവർക്ക് അത് സമ്മതിക്കുന്നില്ല. ബിക്കോസ് നെഗറ്റീവ് എനർജി ഡസൻ വോണ്ട് ടു, നിങ്ങളാരെയും അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സോ അതാണ് ആ ഒരു പവർ. സോ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നെഗറ്റീവിലേക്ക് പോകുന്നോ പോസിറ്റീവിലേക്ക് മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യണോ എന്നുള്ളത്. എനർജീസ് ആർ റിയൽ. ഇതാരെയും പേടിപ്പിക്കാനല്ല, ബിക്കോസ് എല്ലാം നമ്മുടെ ചോയ്സാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. നമ്മൾക്ക് നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെഗറ്റീവായി മാനിഫെസ്റ്റ് ആവും. നമ്മുടെ ലൈഫിൽ മിക്ക പേരും നെഗറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാൻസൽ. അതുപോലെ പോസിറ്റീവായിട്ട് മൈൻഡ്ഫുള്ളി നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് സറണ്ടർ ടു യൂണിവേഴ്സ് ആൻഡ് ഡെഫിനറ്റ്ലി beautiful outcomes will arise. Everyone stay blessed, okay?